ഇന്ന് വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഞങ്ങള് സാധാരണ സമയം കിട്ടുമ്പോഴൊക്കെ പുറത്തേക്ക് പോവാറുണ്ട്. മോള് ചെറുതായതുകൊണ്ട് ഇപ്പൊ അധികം ഒന്നും പുറത്തു ഇറങ്ങാറില്ല. കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവള് കരച്ചിലായിരിക്കും. ഇപ്പൊ തിരിച്ചായി, ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലാണ് കരച്ചിൽ കുറവ്. അത് തന്നെ മോന്റെ സൈക്കിൾ ഒന്ന് നേരെയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ സൈക്കിൾ കിട്ടി. കുറെ നാളായിട്ടുണ്ടായിരുന്നു സൈക്കിൾ നേരെയാക്കാനായിട്ട് കൊടുത്തിട്ട്. അവിടുന്ന് വരുമ്പോഴേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങി. കോയമ്പത്തൂർ വന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ ചേട്ടനാണ് പറഞ്ഞത് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ടേസ്റ്റുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ കഴിച്ച് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അത് കഴിക്കാനാണ് പോകുന്നത്. വെക്കേഷൻ ആയിട്ട് ഞാൻ 1.5 മാസം നാട്ടിലായിരുന്നു. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഞാൻ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കാൻ പോവാണ് ഇപ്പോൾ. ഇവിടെ ഒരു 5 മണി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡും നിറച്ച് തട്ടുകടകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ കൊള്ളി അങ്ങനത്തെ ഒന്നല്ല ഉണ്ടായിരിക്കുക. കൂടുതലായിട്ടും ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുക. ഈ കാണുന്നതൊക്കെ അങ്ങനത്തെ ഫുൾ കടകളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ അധികം കാണാത്തൊരു കടയും കൂടി ഉണ്ട് കേട്ടോ. അത് ഈ മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന കടയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ വെറുതെ ഫ്രൈ ചെയ്തിട്ട് മീനിരുന്ന് കഴിക്കുന്നത് കാണാം. ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ കാണുന്നത് ഫുള്ള് ഇതുപോലത്തെ കടകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന കട. ഇതിന് മുന്നിലായിരുന്നു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. മീനിൻ്റെതായിട്ടുള്ള ഒരു മണം ഉണ്ടായിരിക്കില്ല. എന്തോ ഒരു മസാലയുടെ മണം മാത്രമേ വരുന്നുള്ളൂ. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു. കുറെ ആളുകൾ ഇരുന്ന് വെറുതെ ഇരുന്ന് മീൻ കഴിക്കുകയാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അടുത്തേക്ക് ഒന്ന് പോയി നോക്കി. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. കുറെ മീനുകളാണ് വറുത്ത് വെച്ചതുണ്ട്. അതുപോലെ തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അവര് ഫ്രൈ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഞാൻ വാങ്ങാൻ വന്നത് പക്ഷെ ഇതൊന്നല്ല കേട്ടോ. അതെന്താന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പയ്ക്കും മോളാകെ അലമ്പായി. അപ്പൊ ഞങ്ങള് വേഗം വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അഞ്ചെങ്കിൽ നല്ല ബ്ലോക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു.